السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ മദനീസ് കർണാടക സ്റ്റേറ്റ് പ്രസിഡന്റും നമ്മുടെ ആത്മീയ നേതൃത്വവുമായ മഹാനായ ഉജര ഇസ്മായിൽ തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അനിവാര്യ കാരണത്താൽ ഇവിടുന്ന് നിർഗമിച്ച ബഹുമാനപ്പെട്ട കേന്ദ്ര മദനീസ് പ്രസിഡന്റ് സയ്യിദ് മുറാത്ത് തങ്ങൾ, അതുപോലെ നമ്മുടെ നേതൃത്വങ്ങൾ മഹാനായ കർക്കി തങ്ങളടക്കം സ്റ്റേജിലും സദസ്സിലുമുള്ള വലിയ വലിയ നൂറുകണക്കിൽ പണ്ഡിതന്മാരെ സമൂഹത്തിന് വാർത്തെടുത്ത വലിയ ആലിമ്യങ്ങൾ, അതുപോലെ മറ്റ് ശരീക്കന്മാർ, സഹപ്രവർത്തകരായ കൂട്ടുകാരായ മദനി പണ്ഡിതന്മാർ, മഹാനായ ഖുറത്തു സാദാത്ത് കൂറത്തങ്ങളെ സിയാറത്ത് ഉദ്ദേശിച്ച് ഇവിടെ എത്തിയ എല്ലാ ആണുങ്ങൾ പെണ്ണുങ്ങൾ, ഒരു അനുസ്മരണ പ്രഭാഷണത്തിൻ്റെ യോഗ്യതയോ അതിന് പറ്റിയ ഒരു സമയമാണെന്നോ ഞാൻ ഈ അവസരത്തെ മനസ്സിലാക്കുന്നില്ല. കാരണം എല്ലാ ഉസ്താദുമാരും അസർക്ക് മദ്രസക്ക് എത്തേണ്ടതുണ്ട്. അതിൻ്റെ മുന്നിൽ സുബൈക്ക് ശരിക്കും നാഷ്ട കഴിക്കാതെ മദ്രസ തീർത്ത് പെട്ടെന്ന് ഓടിയെത്തിയതായിരിക്കും. അപ്പം ഈ ഒരു സമയത്ത് ഒന്നാമതായിട്ട് എത്തേണ്ടവർക്കൊരു തടസ്സമായി, രണ്ടാമതായിട്ട് വിശന്നവർക്ക് ഒരു തടസ്സമായ ഒരു പ്രസംഗം നീട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതുമാകട്ടെ, മഹാനായ ഖുറത്തു സാദാത്ത് കൂറത്ത് തങ്ങളുടെയും അവിടുത്തെ പിതാവ് ഷെയ്ഖുന താജുൽ ഉലമ അടക്കമുള്ള നമ്മുടെ ഉസ്താദുമാരുടെയും സാദാത്തീങ്ങളുടെയും പൊരുത്തം ഉദ്ദേശിച്ചിട്ടാണ് നാം ഇവിടെ എത്തിപ്പെട്ടത്. അള്ളാഹു ആ മഹാന്മാരുടെ എല്ലാം കാവലും തൃപ്തിയും തിരുനോട്ടവും അള്ളാഹു നമുക്കെല്ലാവർക്കും എപ്പോഴും ഉണ്ടാക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, മഹാനായ കൂറത്ത് തങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ വഫാത്തിയോട് ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും പല സോഷ്യൽ മീഡിയകൾ മുഖേന മഹാനായ തങ്ങളുടെ വഫാത്തോട് അനുബന്ധിച്ച വാർത്തകളെല്ലാം ധാരാളമായി കേട്ടവരാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ഇൽമിൻ്റെ സൂര്യ തേജസ്സായിരുന്ന ഷെയ്ഖുന താജുൽ ഉലമ എന്ന ആ സൂര്യൻ നമ്മിൽ നിന്ന് അസ്തമിച്ചു പോയപ്പോൾ, അല്ലെങ്കിൽ ബാഹ്യമായി നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ, ഒരു ചെറിയ സമാധാനത്തിൻ്റെ ഒരു മാർഗമായി ആ സൂര്യനിൽ നിന്ന് പൂർണ്ണമായ തൃപ്തിയും അവിടുത്തെ ആത്മീയ ചൈതന്യവും ലഭിച്ച അവിടുത്തെ പുത്രനാകുന്ന ചന്ദ്രന് കണ്ടിട്ട് നമുക്ക് കുറച്ച് ആശ്വാസം അനുഭവിക്കാൻ വകയുണ്ടായിരുന്നു. എന്നല്ല, ഈ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ ബാധിച്ച് 4ാമത്തെ സ്റ്റേജിലെത്തി ഡോക്ടർമാർ കൈവിട്ട് ഇനി മരണത്തിൻ്റെ ദിനങ്ങൾ എണ്ണി നോക്കിക്കൊണ്ടിരുന്ന ഒരുപാട് രോഗികൾ, അതേപോലെ എല്ലാവിധ ചികിത്സകൾ ചെയ്തിട്ട് ഇനി നിങ്ങൾക്ക് സന്താന ഭാഗ്യം ഇല്ല, അതിനൊരു സാധ്യത ഇല്ല എന്ന് വിദഗ്ധരായ ഡോക്ടർമാർ വിധി പറഞ്ഞ് അങ്ങനെ വലിയ വിഷമത്തിൽ കഴിയുന്ന ഒരുപാട് ദമ്പതിമാരുടെ ജീവിതത്തിൽ അവർക്ക് വീണ്ടും ഒരു സമാധാനം, വീണ്ടും ഒരു ജീവിതം തിരിച്ചു നൽകുന്നതിൽ മഹാനായ ഖുറത്തു സാദാത്ത് കൂറത്ത് തങ്ങളുടെ ഒരു വാക്ക്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു മന്ത്രിച്ച ഊത്ത്, അല്ലെങ്കിൽ അവിടുന്ന് മന്ത്രിച്ചൂതിത്തന്നൊരു വെള്ളം, അത് ഒരു പരിഹാരമായി നിന്നതിനാൽ തന്നെ ആയിരങ്ങളുടെ അല്ല ലക്ഷങ്ങളുടെ ആശ്രയ കേന്ദ്രമായിരുന്ന മഹാനായ ഖുറത്തു സാദാത്ത് കൂറത്ത് തങ്ങൾ നമ്മൾക്കാർക്കും അവിടത്തേക്കൊരു വലിയ രോഗമുള്ളത് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ പറയപ്പെടുന്ന ഈ 64 വയസ്സൊക്കെ തങ്ങൾക്കായി എന്ന്
നമ്മളാരും വിചാരിച്ചില്ലായിരുന്നു. പെട്ടെന്നൊന്നു നമ്മെ വിട്ടുപിരിയുമെന്ന ഒരു ചിന്ത പോലും നമുക്കുണ്ടാവാത്ത ഒരു സന്ദർഭത്ത് പെട്ടെന്ന് മുഹറമിൻ്റെ 1-ാം ദിനത്തിൻ്റെ പകലിൽ നമുക്ക് കേൾക്കേണ്ടി വന്ന വാർത്ത, ആ വലിയ പ്രകാശം കെട്ടുപോയി, പിരിഞ്ഞുപോയി, നമ്മെ വിട്ടുപിരിഞ്ഞു എന്ന വലിയ ദുഃഖവാർത്തയാണ് നമുക്ക് കേൾക്കേണ്ടി വന്നത്. എങ്കിലും ആ ദുഃഖത്തിൻ്റെ ഇടയിലും ചില സന്തോഷത്തിനും സമാധാനത്തിനും പല മാർഗങ്ങളുണ്ട്. ഒന്ന്, മഹാനായ കൂറത്ത് തങ്ങൾ വഫാത്തായി എന്ന വാർത്ത കേട്ട ആ ദിനം കേരള കർണാടക വ്യത്യാസമില്ലാതെ കോരിച്ചൊറിയുന്ന മഴ വർഷിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ദിനമായിരുന്നു. സ്കൂളുകൾക്കെല്ലാം ലീവായിരുന്നു. അഥവാ ഏതൊരാളും വീട്ടിൽ നിന്ന് പുറത്തു വരാൻ മടിക്കുന്ന സന്ദർഭമായിരുന്നു. എന്നിട്ടും മഹാനായ കൂറത്ത് തങ്ങൾ വഫാത്തായ വാർത്ത കേട്ടപ്പോഴേക്ക് കേരളത്തിലെ മുഴുവൻ മുഅ്മിനീങ്ങളും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും എട്ടിക്കുളത്തിലേക്കും ജാമിയത്തു സഅദിയയിലും തടിച്ചുകൂടിയെങ്കിൽ ഈ ജില്ലക്കാരും പരിസര ജില്ലക്കാരുമായ മുഅ്മിനീങ്ങൾ അർദ്ധരാത്രിയെന്നോ അത്താഴ സമയമെന്നോ ഒന്നും ചിന്തിക്കാതെ, അല്ലെങ്കിൽ മഹാനായ കൂറത്ത് തങ്ങളുടെ ജനാസ, അവിടുത്തെ ഒരു മുഖം ഒരു നോക്കാൻ പോലും ആർക്കും അവസരമില്ല എന്ന് ഉറപ്പിച്ച് അറിഞ്ഞിട്ട് പോലും എല്ലാ ജനങ്ങളും ഉറക്ക് പ്രശ്നമാക്കാതെ ആ മഹാനായ കൂറത്ത് തങ്ങൾ ഒരു യാത്രയപ്പിന് വേണ്ടി ഉള്ളാളത്തും കൂറത്തും ആ അർദ്ധരാത്രിയുടെ നേരത്തും അവരെല്ലാം ആ കോരിച്ചൊരിയുന്ന മഴ സഹിച്ചും ഇവിടെ വന്നുകൂടി എന്നത് തന്നെ അല്ലാഹു മഹാനവറുകൾക്ക് വലിയ സ്ഥാനം അവൻ്റെ അടുക്കൽ നൽകിയതിൻ്റെ ഒരു പ്രകടമായ ഒരു തെളിവായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, മഹാനായ തങ്ങളെക്കുറിച്ച് നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട്. ചെറുപ്പത്തിൽ പിന്നെ സന്ധിവാത്ത രോഗമുണ്ടായിട്ട് ഓരോ കെണിപ്പുകളിൽ വല്ലാത്ത വേദന ഉണ്ടായിട്ട് പല ചികിത്സകൾ ചെയ്ത് അവസാനം ഗൗസുൽ ആദം തങ്ങളുടെ പേരിൽ എല്ലാം ഏൽപ്പിച്ച് ശൈഖുന താജുൽ ഉലമ ചെറുപ്രായത്തിൽ തന്നെ മഹാനായ കൂറത്ത് തങ്ങൾ ബഗ്ദാദിലേക്ക് ഗൗസുൽ ആദം തങ്ങളുടെ ഹദറത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടത്തേക്ക് പ്രശ്നം അവതരിപ്പിച്ച് അങ്ങനെ ബഗ്ദാദ് യാത്ര കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോൾ മഹാനായ തങ്ങൾക്ക് ആരോഗ്യം തിരിച്ചു കിട്ടിയ വിവരവും അങ്ങനെ സുബ്ഹാനല്ലാഹ് ആ ഗൗസുൽ ആദം തങ്ങൾ അന്ന് പിടിച്ചത് വഫാത്ത് വരെ, നേരത്തെ നമ്മുടെ മുറ തങ്ങൾ പറഞ്ഞതുപോലെ ഒരു ഭാഗത്ത് മഹാന്മാരായ സുഹാബുൽ ബദരീങ്ങൾ നല്ല കട്ടിയായി പിടിച്ച മഹാനായ കൂറത്ത് തങ്ങൾ, മറുഭാഗത്ത് ഗൗസുൽ ആദം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുകളെയും നന്നായി മുറുകെ പിടിച്ചിട്ടാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവസാന വഫാത്തിൻ്റെ നേരത്ത് മഹാനായ ഗൗസുൽ ആദമിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നു എന്നും പറഞ്ഞിട്ട് വസിയത്തുകളെല്ലാം ചൊല്ലിയിട്ട് സ്ഫുടമായ രൂപത്തിൽ കലിമ ചൊല്ലി ആവർത്തിച്ച് അല്ലാഹ് അല്ലാഹ് എന്നും പറഞ്ഞ് മഹാനായ തങ്ങൾ നമ്മെ വിട്ടുപിരിഞ്ഞത് ചിന്തിക്കുമ്പോൾ, തങ്ങളുടെ ജനാസ സംസ്കരണത്തിന് ലക്ഷങ്ങൾ തടിച്ചുകൂടിയത് ആലോചിക്കുമ്പോൾ, തങ്ങൾ വഫാത്തായിട്ട് ദിവസം 10-22 കഴിഞ്ഞിട്ടും ഈ സ്ഥലത്തേക്ക് അർദ്ധരാത്രിയുടെ നേരത്ത് വന്നെങ്കിലും അത്താഴ നേരത്ത് വന്നെങ്കിലും ഇവിടെ ഒരുപാട് ആളുകൾ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടും അവിടുത്തെ ഹദറത്തിൽ വെച്ച് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന രംഗം കാണുമ്പോൾ, അതുപോലെ എല്ലാ മുഅ്മിനീങ്ങൾ നിരന്തരമായി മഹാനായ തങ്ങളുടെ പേരിൽ ഖത്മുൽ ഖുർആനും തഹ്ലീലുകളും യാസീൻ സൂറത്തും ഫാത്തിഹയും ഇഖ്ലാസും എല്ലാം പാരായണം ചെയ്ത് ഹൃദയം പൊട്ടിയിട്ട് ആ തങ്ങളുടെ ദർജ വർദ്ധിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നത്, ഇതെല്ലാം ചിന്തിക്കുമ്പോൾ അല്ലാഹു ഏറ്റെടുത്തൊരു അടിമയാണ് മഹാനായ കൂറത്ത് തങ്ങൾ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ ഇതെല്ലാം ധാരാളം മതിയായ നിദർശനങ്ങളാകുന്നു. ഏതുമാകട്ടെ, ഞാൻ നീട്ടിയിട്ടൊന്നും സംസാരിക്കുന്നില്ല. മഹാനായ കൂറത്ത് തങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മഹാനായ കൂറത്ത് തങ്ങൾ ഇത്ര വലിയ ദറജയിലെത്തിയത് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. സത്യത്തിൽ മഹാനായ കൂറത്ത് തങ്ങൾ ഇവിടെ വലിയ സ്ഥാനമോഹിച്ച് ജീവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല സൗകര്യങ്ങളും ആഡംബരവും ആർഭാടവും ജീവിക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിൻ്റെ എല്ലാ അവസരവും മഹാനവറുകൾക്ക് ഉണ്ടായിരുന്നു.
നമുക്കറിയാം 1-2 മഹല്ല് എനിക്കറിയാം. ആ മഹല്ലിൽ നിന്ന് തങ്ങൾക്ക് ക്ഷണം വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൻ്റെ ഒരു നേതൃത്വം നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രാജഭക്ഷണവും നല്ല റൂമും നല്ല ശമ്പളവും നല്ല സൗകര്യവും ഖാദിമിൻ്റെ സഹായവും എല്ലാം നൽകിക്കൊണ്ട് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറുണ്ട്. ശൈഖുന താജുൽ ഉലമയുടെ പുത്രൻ എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങളുടെ നേതൃത്വം നമുക്ക് ആവശ്യമുണ്ട് എന്ന് ക്ഷണിച്ചിട്ട് പല മഹല്ലുകളിൽ നിന്നും, നല്ല ആധുനിക സൗകര്യമുള്ള പല മഹല്ലുകളിൽ നിന്നും മഹാനായ തങ്ങൾക്ക് ക്ഷണം വന്നിരുന്നു. പക്ഷേ തങ്ങൾ സ്വീകരിച്ചത് ഒരു ജനങ്ങളുമില്ലാത്ത വിരലിലെണ്ണാവുന്നത്ര മാത്രം മുഅ്മിനീങ്ങളുള്ള, ഒരു മനുഷ്യരും തിരിഞ്ഞു നോക്കാത്ത, ഇന്ന് ഉള്ളതുപോലെ പോയിട്ട് ഇതിൻ്റെ 10% വാഹന സൗകര്യവുമില്ലാത്ത ഈ പ്രദേശത്തെയായിരുന്നു മഹാനായ തങ്ങൾ അവിടുത്തെ ഖിദ്മത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. ഇത് മാത്രമല്ല, സുബ്ഹാനല്ലാഹ്, തങ്ങളുടെ വസ്ത്രധാരണയിൽ നമ്മൾ കണ്ടതാണ്. അങ്ങനെ നല്ല പച്ച തട്ടമോ അല്ല ഖമീസോ അതൊന്നുമില്ല. അതൊന്നും ധരിച്ചത് തെറ്റാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. അഹങ്കാരമില്ലാതെ അങ്ങനെയൊന്നും ധരിക്കുന്നതിനൊന്നും വിരോധമില്ല. പക്ഷേ മഹാനായ തങ്ങളുടെ ഡ്രസ്സ് മാത്രം വളരെ സാമാന്യമായ ഡ്രസ്സായിരുന്നു. ഒരിക്കലും ഒരു മജ്ലിസിൽ അങ്ങനെ ഒരു 10-11 മണിക്കൂറായപ്പോൾ എല്ലാ സദസ്സല്ല നല്ല ചൂടുള്ള നേരത്ത് കമ്മിറ്റിക്കാരുടെ കൂടെ ദഫിൻ്റെ അകമ്പടിയോടുകൂടെ രാജഗംഭീരമായ രൂപത്തിൽ വാഹനത്തിൽ സ്റ്റേജ് വരെ വന്നിട്ട് അങ്ങനെ സ്റ്റേജിൽ കയറുന്ന, അങ്ങനെ ഉദ്ദേശിക്കുന്ന തങ്ങളായിരുന്നില്ല മഹാനായ തങ്ങൾ. തങ്ങളെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും തങ്ങൾ സ്റ്റേജിൽ കയറിയിട്ട് ഫാത്തിഹ ഓതുന്നത്. അപ്പോഴാണ് നമുക്ക് കാണുന്നത് തങ്ങൾ വന്നിട്ടായിട്ടുണ്ട്, തങ്ങൾ ഫാത്തിഹ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ സുബ്ഹാനല്ലാഹ്, ഒരാളിൽ നിന്നും ഒരു സ്ഥാനവും ഒരു അംഗീകാരവും ഒരു ദുന്യാവിൻ്റെ ഒന്നും കൊതിക്കാതെ മഹാനായ തങ്ങൾ ജീവിച്ചു. അതിനേക്കാൾ മുമ്പായിട്ട് മഹാനായ കൂറത്തു സാദാത്ത് കൂറത്ത് തങ്ങളുടെ വലിയ വിജയത്തിൻ്റെ രഹസ്യമായി നമുക്ക് മനസ്സിലാകുന്നത്, മഹാനായ കൂറത്ത് തങ്ങളുടെ ആദ്യത്തെ ഉസ്താദത്ത് അവിടുത്തെ ഉമ്മ തന്നെയായിരുന്നു. എന്നാൽ ഉമ്മയുടെ പക്കൽ നിന്ന് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ബാലപാഠം പഠിച്ച് 10 കിതാബ് വരെ ഉമ്മാൻ്റെ അടുത്ത് ഓതി. അതിൻ്റെ പിന്നെ ദർസിൽ ഉള്ളാളത്ത് ശൈഖുന താജുൽ ഉലമയാകുന്ന അവിടുത്തെ പിതാവിൻ്റെ അടുത്താണ് മഹാനായ തങ്ങൾ ഓതാൻ വേണ്ടി തീരുമാനിച്ചത്. അഥവാ ഉമ്മയും ബാപ്പയും മഹാനായ കൂറത്ത് തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഉസ്താദുമാരായിരുന്നു. ആ ഉസ്താദുമാരും മാതാപിതാക്കളുമായ അവരുടെ പൂർണ്ണമായ പൊരുത്തം മഹാനായ തങ്ങൾ ആ പൊരുത്തം നേടി എന്നത് ഒരു സത്യമായിരുന്നു. നാം പലപ്പോഴും കേട്ടതാണ്. കൂറത്ത് തങ്ങൾ ഉള്ളാളത്ത് ഖാദിയായ സന്ദർഭത്ത് പല പ്രാവശ്യവും തങ്ങൾ പറഞ്ഞത് നാം കേട്ടതാണ്. എനിക്ക് ഖാദിയാകാനുള്ള ഒരു യോഗ്യതയില്ല, എനിക്ക് ഖാദിയാകുന്നതിനോട് ഒരു താല്പര്യവുമില്ല. പക്ഷേ ഞാൻ എന്തിനാണ് ഉള്ളാളത്തെ ഖാദിസ്ഥാനം ഏറ്റെടുത്തതെന്നറിയുമോ? മഹാനായ തങ്ങൾ പലപ്പോഴും പറഞ്ഞതാണ്, എൻ്റെ ബാപ്പ മാത്രമല്ല, കാര്യമായ ആലിമും ആബിദും സയ്യിദുമായ ബാപ്പ എന്ന് മാത്രമല്ല, എൻ്റെ എല്ലാമായ ഉസ്താദായ ബാപ്പ. ആ ബാപ്പ അവിടുത്തെ ജീവിതത്തിൻ്റെ സന്ധ്യാകാലത്ത് ഒരു കാര്യം പറയുമ്പോൾ അവിടുത്തെ പുത്രനായ അവിടുത്തെ ശിഷ്യനായ ഞാൻ അത് തള്ളിക്കളഞ്ഞെങ്കിൽ, എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞെങ്കിൽ അത് ബാപ്പാൻ്റെ പൊരുത്തക്കേടിന് കാരണമാകുമോ എന്ന ഒറ്റ പേടി കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഖാദിസ്ഥാനം ഏറ്റെടുത്തത്, അല്ലാതെ എനിക്ക് യോഗ്യത ഉണ്ടായിട്ടല്ല എന്ന് മഹാനായ തങ്ങളവറുകൾ തവാളുവോടെ പലപ്പോഴും പറഞ്ഞത് നാം കേട്ടതാണ്. അഥവാ ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ താജുൽ ഉലമ എന്ന ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ആലിം, നമുക്കറിയാം സഹീഹുൽ ബുഖാരി അടക്കം തുഹ്ഫത്തുൽ മുഹ്താജ് അടക്കം എല്ലാം മനപ്പാടമായി ഉള്ളാളത്തെ പള്ളിയിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ട് ദർസ് നടന്നിരുന്ന, ആധുനിക കമ്പ്യൂട്ടറിനെ വെല്ലുന്ന വലിയ വിദ്വത്തിൻ്റെ ഇൽമിൻ്റെ ഭണ്ഡാരമായ ശൈഖുന താജുൽ ഉലമയുടെ പുത്രരാണ് മഹാനായ കൂറത്ത് തങ്ങൾ ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ഉമ്മാൻ്റെ കുടുംബം നോക്കുന്നുണ്ടെങ്കിൽ ഉമ്മാൻ്റെ ബാപ്പ ഏഴിമല തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന, നാവിലൊരു വാക്ക് പറഞ്ഞാൽ അത് അപ്പടി നടപ്പിലാകുന്ന വലിയ നാവിൻ നസറുള്ള വലിയ കറാമത്തിൻ്റെ ഉടമയായിരുന്ന മഹാനായ ഏഴിമല തങ്ങളുടെ മകളുടെ മകനാണ് മഹാനായ തങ്ങളവറുകൾ. അങ്ങനെ ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും കുടുംബം നോക്കുമ്പോൾ വലിയ ഔലിയ പാരമ്പര്യത്തിൽ മഹാനായ കൂറത്ത് തങ്ങൾ ഉണ്ടായിട്ടും മഹാനായ കൂറത്ത് തങ്ങൾ അങ്ങനെ അവരുടെ മകൻ എന്ന രൂപത്തിൽ സമൂഹത്തിൻ്റെ എല്ലാ രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള ആനുകൂല്യങ്ങളും സ്വീകരിച്ച് വലിയ സ്ഥാനമാനവും അങ്ങനെ ഉദ്ദേശിച്ച് ജീവിക്കാൻ ഒരിക്കലും തങ്ങൾ കൊതിച്ചില്ല. മഹാനായ ഗൗസ്
ഗൗസുല്ലാദം തങ്ങൾ പറഞ്ഞതുപോലെ എന്നെ ഒരുത്തരെ കുട്ടിപ്പറയണ്ട, എന്നെ പടപ്പീനു അറിയരുതെന്നവർ. മഹാനായ ഗൗസുല്ലാദം തങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത്. മഹാനായ റിഫായി ഷെയ്ഖ് അങ്ങനെയാണ് പറഞ്ഞത്. എനിക്ക് ആത്മാർത്ഥമായി ഞാൻ പറയുന്നുണ്ടെങ്കിൽ എന്നെ ഒരാൾക്കും പരിചയപ്പെടേണ്ട ആവശ്യമില്ല, എന്നെ ആരും കൂട്ടി പറയേണ്ടതും വേണ്ട, എന്നെ മദ്ഹ് ആരും ചൊല്ലേണ്ടതില്ല. ആർക്കും അറിയാത്ത, ആർക്കും വേണ്ടാത്ത ഒരു അബ്ദുൽ ഖാദിറായി ജീവിച്ച് മരണപ്പെടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഗൗസുല്ലാദം തങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. അല്ല, ലോകം ആ മഹാനവറുകളെ അറിയണം, ആ മഹാനവരെ സ്മരിക്കണം, ആ മഹാനവരുടെ പേരിൽ ഫാത്തിഹയും മറ്റും ഓതി ഹദിയ ചെയ്യണം എന്നതുപോലെ സത്യത്തിൽ കൂറത്ത് തങ്ങൾ ആത്മാർത്ഥമായി പറയുന്നുണ്ടെങ്കിൽ ആഗ്രഹിച്ചത് ഒരു സ്ഥാനവും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട്, ഒരു അംഗീകാരവും ഒരു സൗകര്യവും എനിക്ക് വേണ്ട എന്നും തീരുമാനിച്ചിട്ട് ആരുമാറുമില്ലാത്ത ഈ നാടിനെയാണ് ഖിദ്മത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത്. എപ്പോ? അവിടുത്തെ ജീവിതത്തിൻ്റെ യൗവന സന്ദർഭത്ത്, അഥവാ 31-ാമത്തെ വയസ്സിൽ അവിടുത്തെ ജീവിതത്തിൻ്റെ യൗവനം തുളുമുന്ന ആ സമയത്താണ് ഏതൊരാൾക്കും വലിയ സ്ഥാനവും ഞാൻ നിർത്തുന്നു, നീട്ടിയിട്ടൊന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ മഹാനായ കൂറത്ത് തങ്ങൾ ഉള്ളാളത്തിൽ നിന്ന് 1988 ഫാരിഗായിട്ട് ശേഷം 3 കൊല്ലം ഷെയ്ഖുനാൻ്റെ ഖാദിമും ഉള്ളാളത്ത് മുദരിസുമായി 3 കൊല്ലം ഉള്ളാളത്ത് ഖിദ്മത്ത് ചെയ്തിട്ട് അതിൻ്റെ ശേഷം 1991 മുതൽ അവിടുത്തെ വഫാത്ത് വരെ അവിടുത്തെ ഖിദ്മത്തിൻ്റെ കേന്ദ്രമായി തെരഞ്ഞെടുത്തത് ഈ കൂറ എന്ന ഈ കുഗ്രാമത്തെയായിരുന്നു. അഥവാ പുറം ലോകത്തേക്ക് ഷെയ്ഖുനാക്ക് ഇങ്ങനൊരു മോനുണ്ട്, ആ മകൻ കൂറ എന്ന നാട്ടിലുണ്ട് എന്ന വാർത്ത വ്യാപകമായി പുറം ലോകത്തേക്ക് അറിഞ്ഞത് തന്നെ 2000 ഈസവിക്ക് ശേഷമായിരുന്നു. അഥവാ ഒരു 10 കൊല്ലം ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ യൗവനത്തിൻ്റെ സമയം. ഏതൊരാളും നമ്മപ്പോൾ പള്ളിയെല്ലാം തീരുമാനിക്കുമ്പോൾ ഒരു പള്ളീൻ്റെ ഖിദ്മത്ത് നോക്കുമ്പോൾ നെറ്റ്വർക്ക് ഉണ്ടാ, റോഡുണ്ടാ, എന്നെല്ലാം നോക്കിയിട്ട് ബസ് എത്ര ഉണ്ട് എന്നെല്ലാം നോക്കിയിട്ട് പിന്നെ ആ ജോലി ഏറ്റെടുക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ഒരു മനുഷ്യനുമില്ലാത്ത ഒരു നാടിനെയാണ് മഹാനായ കൂറത്ത് തങ്ങൾ തെരഞ്ഞെടുത്തത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ യാഫഈ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇദാ അറാദല്ലാഹു അൻ യുൻഖിലൽ അബ്ദ മിൻ ദുല്ലിൽ മഅസിയത്തി ഇലാ ഇസ്സി ത്വഅതി. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ യാഫഈ റളിയല്ലാഹു അൻഹു പറയുന്നു, മഅസിയത്താകുന്ന ദോഷമാകുന്ന ആ നികൃഷ്ടതയിൽ നിന്ന് ഇബാദത്താകുന്ന ആരാധനയാകുന്ന ഇസ്സത്തിലേക്ക് ഒരാളെ നീക്കാൻ അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ആനസഹു ബിൽ വഹ്ദ വഅഗ്നാഹു ബിൽ ഖനാഅ വബസ്വറഹു ഉയൂബ നഫ്സിഹി. മഹാനായ അബ്ദുല്ലാഹിൽ യാഫഈ റളിയല്ലാഹു അൻഹു പറയുന്നു, അയാൾക്ക് ആരുമില്ലാത്തൊരു സ്ഥലം, ആരുമില്ലാത്ത സ്ഥലത്ത് യജമാനനായ റബ്ബോട് റബ്ബിൻ്റെ ഇബാദത്തിൽ ശുഗലായി ജീവിക്കുന്നതിനോടൊരു താല്പര്യം
അള്ളാഹു അയാളെ മനസ്സിൽ സൃഷ്ടിക്കും. ആനസഹു ബിൽ വഹ്ദ വഅഗ്നാഹു ബിൽ ഖനാഅ. വലിയ മുതലിൻ്റെ ആഗ്രഹമൊന്നുമില്ലാതെ അള്ളാഹു തന്ന ചെറിയത്, ആ ചെറിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് എങ്ങനെങ്കിലും ഒന്ന് ജീവിതം കഴിച്ചു കൂട്ടുന്ന ഒരു ഗുണം, ആ ഗുണം അള്ളാഹു അയാളുടെ ഹൃദയത്തിൽ സൃഷ്ടിക്കും. അതേപോലെ വബസ്വറഹു ഉയൂബ നഫ്സിഹി. മറ്റുള്ളവരുടെ തെറ്റ് തേടുന്നതിൻ്റെ പകരം എൻ്റെ സ്വന്തം ശരീരം, ആ സ്വന്തം ശരീരത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനെ പ്രധാനമായി കണക്കിലെടുക്കും. മഹാനായ തങ്ങളെ നാം കണ്ടതാണ്. ഏത് പൊരകുടിക്ക് വന്നെങ്കിലും, ഏത് കടകുടിക്ക് വന്നെങ്കിലും, ഏത് മംഗല മജ്‌ലിസിൽ വന്നെങ്കിലും, ഏത് ദുഃഖ സന്ദർഭത്ത് വന്നെങ്കിലും തങ്ങൾക്ക് പറയാനുള്ളത് ഒരു 4 വിഷയം: മരണം, ഖബർ, പരലോകം, അങ്ങനെ തുടങ്ങിയ സ്വന്തം പാരത്രിക ലോകത്തിൻ്റെ ചിന്തകൾ സ്വന്തം ചിന്തിക്കുകയും സമൂഹത്തിന് അത് ഓർമ്മപ്പെടുത്തുന്നു എന്നല്ലാതെ ആരെന്ത് പറഞ്ഞെങ്കിലും മഹാനായ ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അലാമത്തുൽ ഇഖ്ലാസ് അലാ സലാസുൻ മിൻ അലാമത്തിൽ ഇഖ്ലാസ് ഇസ്തിവാഉൽ മദ്ഹി വദ്ദമ്മി മിനൽ അമ്മ. ആരെന്ത് പുകഴ്ത്തിയെങ്കിലും, ആരെന്ത് താഴ്ത്തി പറഞ്ഞെങ്കിലും അതിലൊരു മാറ്റവുമില്ല. പുകഴ്ചയും അതേപോലെ ആക്ഷേപവും ഒരുപോലെ കണക്കിലെടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകൾ. അതേപോലെ വനിസ്യാനു റുഇയത്തിൽ അഅ്മാൽ. ചെയ്ത കർമ്മം, ആ കർമ്മത്തിൻ്റെ ഫലം ഇവിടെ തന്നെ കിട്ടണം, എല്ലാവരും എന്നെ അംഗീകരിക്കണം എന്ന ഒരു ചിന്തയുമില്ലാതെ വഖ്തിലാഉ സവാബിൽ അമലി ഫിൽ ആഖിറ. ചെയ്ത സൽക്കർമ്മത്തിന് ആഖിറത്തിൽ റബ്ബ് പ്രതിഫലം തന്നെങ്കിലും മതി എന്ന ഒരു ചിന്താഗതി ഒരു മൂമിനിൽ ഉണ്ടാകുന്നുവെങ്കിൽ ആ മൂമിനിൽ ഇഖ്ലാസ് കടന്നിട്ടുണ്ട് എന്നതിനത് പ്രകടമായ തെളിവാണെന്ന് മഹാനായ ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു. ഏതുമാകട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മഹാനായ അബ്ദുല്ലാഹിൽ യാഫഈ റളിയല്ലാഹു അൻഹു പിന്നെയും തുടരുന്നു. വജത്തു ഖൈറദ് ദുനിയ വൽ ആഖിറ ഫിൽ ഖില്ലതി വൽ ഖൽവതി വവജത്തു ശർറഹുമാ ഫിൽ കസറതി വൽ ഇഖ്തിലാതി. മഹാനായ അബ്ദുല്ലാഹിൽ യാഫഈ റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം ഞാൻ പറയട്ടെ. വജത്തു ഖൈറദ് ദുനിയ വൽ ആഖിറ. ഒരാൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഖൈർ ആവശ്യമുണ്ടോ എങ്കിൽ ആ ഖൈറിൻ്റെ കേന്ദ്രം, ദുനിയാവിലും ആഖിറത്തിലും ഖൈർ ലഭിക്കാനുള്ള മാർഗം ഫിൽ ഖില്ലതി വൽ ഖൽവതി. ആരുമില്ലാത്ത ഏകാന്ത ജീവിതം, അതേപോലെ ചെറിയ ദുനിയാവ്, ചെറിയ രൂപത്തിലുള്ള ദുനിയാവിൻ്റെ സൗകര്യം മാത്രം അനുഭവിച്ചുകൊണ്ട് ആരുമില്ലാത്തൊരു നാട്ടിലെ ജീവിതം, ആ ജീവിതമാണ് സത്യത്തിൽ ഒരു മൂമിനിൻ്റെ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും ഖൈറിൻ്റെ നിധാനം. അതേ സമയത്ത് വവജത്തു ശർറഹുമാ ഫിൽ കസറതി വൽ ഇഖ്തിലാതി. കൂടെയുള്ള ജീവിതം, അതേപോലെ കുറേ ദുനിയാവും കുറേ സമ്പത്തും കുറേ സ്ഥാനമാനങ്ങളും എല്ലാം വാരിക്കൂട്ടിയിട്ടുള്ള ജീവിതം, ഇത് ഷർറിനാണ് കാരണമാകുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ യാഫഈ റളിയല്ലാഹു അൻഹു പറയുന്നു. ഏതുമാകട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മഹാനായ ഖുറത്തു സാദാത്ത് ഖുറത്ത് തങ്ങളിൽ നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. ഉസ്താദുമാരുടെ, ഉമ്മബാപ്പമാരുടെ, ആലിമീങ്ങളുടെ അവരുടെ പൂർണ്ണമായ ആശീർവാദം മഹാനായ തങ്ങൾക്കുണ്ടായിരുന്നു. ശൈഖുനാ താജുൽ ഉലമ എപ്പോഴും ഓർക്കുമായിരുന്നു, എൻ്റെ കോയമ്മ എന്ന് മഹാനായ ശൈഖുനാ താജുൽ ഉലമ പലപ്പോഴും സ്മരിക്കുമായിരുന്നു. എന്നല്ല, എന്നോട് കളിച്ചതുപോലെയല്ല എൻ്റെ മകൻ കോയമ്മയോട്, ആ കോയമ്മയോടുള്ള കളി തിക്കളിയാണ് എന്ന് മഹാനായ ശൈഖുന പറഞ്ഞത് ഞങ്ങൾ ഓർക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഹൃദയത്തിൻ്റെ ഉള്ളിൽ മഹാനായ ഖൂറത്ത് തങ്ങളോട് ശൈഖുനാ താജുൽ ഉലമക്ക് വലിയ ബഹുമാനമായിരുന്നു. കാരണം ആ രൂപത്തിൽ ബാപ്പയുടെ മുമ്പിൽ ഒച്ചത്തിലൊരു സംസാരമില്ലാതെ അങ്ങനെ പൂർണ്ണമായും അധപ്പോടുകൂടെ പെരുമാറുന്ന ഒരു മകനായിരുന്നു മഹാനായ ഖൂറത്ത് തങ്ങൾ. മാനാല മന്നാല ഇല്ലാ ബിത്തഅ്ലീം. ലോക ചരിത്രത്തിൽ വലിയ വലിയ ദർജയിലേക്ക് ആരെല്ലാം എത്തിയിട്ടുണ്ടോ അവരുടെ എല്ലാം ചരിത്രം പരിശോധിക്കുമ്പോൾ ആദരിക്കേണ്ടവരെ ആദരിച്ചുകൊണ്ടല്ലാതെ ഇവിടെ ഒരാളും വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ ഖൂറത്തു സാദാത്ത് ഖൂറത്ത് തങ്ങൾ ഇൻഷാ അല്ലാഹ് റബ്ബിൻ്റെ അടുക്കൽ വലിയ ദർജയിലാണെന്ന് ഇന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് തെളിവുകൾ കാണുന്നത്. എന്നാൽ അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഒന്ന് ഉസ്താദുമാരുടെ, ഉമ്മബാപ്പമാരുടെ നല്ല കാമിലായ പൊരുത്തം മഹാനവറികൾ നേടി. രണ്ടാമത്തത് ദുനിയാവിൻ്റെ ഒരു സ്ഥാനം, ഒരു അംഗീകാരം അതൊന്നും ആഗ്രഹിക്കാതെ മഹാനായ തങ്ങൾ ജീവിച്ചു. സുബ്ഹാനല്ലാഹ് ധാരാളമായി പറയാനുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് ജാഅ ഇൻസാനുൻ ഇലാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ബി അശറത്തി
ആലാഫി ദിർഹമിൻ, ഒരു 10,000 ദിർഹം, ഒരു 10,000 വെള്ളി നാണ്യം മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളെ കയ്യിൽ ഒരാൾ കൊണ്ടുവന്നിട്ട് കൊടുത്തു. അപ്പോൾ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ അത് സ്വീകരിച്ചില്ല. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തിരിച്ചയച്ചു, ഇതാവശ്യമില്ല. എന്ത് ഈ 10,000 ദിർഹം എനിക്ക് തന്നിട്ട് എന്നെ നീ മുതലാളി ലിസ്റ്റിൽ വരുത്തിയിട്ട് എനിക്ക് അള്ളാഹിന്റെ അടുക്കൽ ഫുഖറാക്കൾക്കുള്ള വലിയ സ്ഥാനം, ആ സ്ഥാനം എനിക്ക് തടയപ്പെടാൻ വേണ്ടി നീ ഇവിടെ പ്രവർത്തിക്കുന്നു. എനിക്ക് ആവശ്യമില്ല നിന്റെ പൈസ. കൊണ്ടുപോയത് എനിക്ക് ആവശ്യമുള്ളത് ഫക്കീറന്മാരുടെ ലിസ്റ്റിലാണ് എൻ്റെ പേര് വേണ്ടത്, എനിക്ക് മുതലാളിമാരുടെ ലിസ്റ്റിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് നൽകപ്പെട്ട 10,000 ദിർഹം തിരിച്ചയച്ചത് നാം കണ്ടിട്ടുണ്ട്, നാം കേട്ടിട്ടുണ്ട്. അതേപോലെ മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ജാഅ ഇൻസാനുൻ ഇലൽ ജുനൈദ്, മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് ബി 500 ദീനാർ, 500 ദീനാർ എന്ന് പറഞ്ഞെങ്കിൽ 250 പവൻ പൊന്ന്, അങ്ങനെ 500 ദീനാർ സ്വർണ്ണനാണ്യം, 500 ദീനാർ സ്വർണ്ണനാണ്യം കൊണ്ടുവന്നിട്ട് മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ മുന്നിൽ ഒരു വലിയ മുതലാളി കൊണ്ടുവന്നിട്ട് വെച്ച് എന്നിട്ട് പറഞ്ഞ് തഫറഖ്ഹ അലാ ഹഉലാ, ഓ ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ, നിങ്ങളെ ശിഷ്യന്മാർക്ക്, ഇവിടെ കൂടിയ ഫക്കീറന്മാർക്ക് ഇതെല്ലാം ഒന്ന് വിതരണം ചെയ്തോളൂ ഉസ്താദേ. മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ആ മുതലാളിയോട് ചോദിച്ചത്, ആ ഹൽ തംലിക്കു ഗൈറ ഹാദാ, അല്ല മോനെ, ഈ 500 ദീനാർ ഇപ്പം നീ ഞങ്ങൾക്ക് തന്നല്ലേ, എന്നാൽ ഇതല്ലാത്ത വേറെ പൈസ നിന്റെ കയ്യിലുണ്ടാ? അപ്പം ലീ ദനാനീറു കസീറ ഉണ്ട് ഉസ്താദേ, ധാരാളം പൊന്നുകൾ, ധാരാളം സ്വർണ്ണനാണ്യം എൻ്റെ അടുക്കലുണ്ട്. അപ്പ മഹാനായ ജുനൈദുൽ ബഗ്ദാദി മറ്റൊരു പ്രശ്നം ചോദിച്ചു, എന്നാൽ അതുരീദു സിയാദത്തൻ അലൈഹ, ധാരാളം സ്വർണ്ണനാണ്യം കയ്യിൽ സ്റ്റോക്ക് ഉണ്ടല്ലേ, എന്നാൽ ഇനിയും സമ്പാദിക്കണമെന്നുള്ള താല്പര്യം നിനക്കുണ്ടാ? അല്ല ഇപ്പം തൽക്കാലം മതി, ഇത് തീർന്നിട്ട് പിന്നെ സമ്പാദിക്കാന്നുള്ള ചിന്തയാ? അല്ല സമ്പാദിക്കാനാണെന്നുണ്ടെങ്കിൽ ഇനിയും സമ്പാദിക്കണോ എന്ന ചിന്തയാ? അപ്പോൾ പറഞ്ഞ ഉണ്ട്, എനിക്ക് താല്പര്യമുണ്ട്, എനിക്കും കുറച്ച് പൈസ സമ്പാദിക്കണു. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് സദക്ക ഹദിയായിട്ട് തന്നു എന്ന് മാത്രം, പക്ഷെ സമ്പാദിക്കണം എന്നുള്ള മോഹമൊന്നും എനിക്ക് കുറഞ്ഞിട്ടില്ല. എന്നാൽ മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞു, എങ്കിൽ ഒക്കെ ഇനിയും പൈസ ആക്കണമെന്ന് ആശയുണ്ടാ, എന്നെങ്കിൽ ഈ തന്ന 500 ദീനാർ ഇത് നീ എടുത്തോ, കാരണം ഇതിലേക്ക് ഞങ്ങളെ കാട്ടി കൂടുതൽ ആവശ്യമുള്ളൂ നീ തന്നെ, കാരണം ഞങ്ങൾക്ക് അങ്ങനത്തെ താല്പര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല എന്നായിരുന്നു മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ദുനിയാവിനെ പൂർണ്ണമായും വെടിഞ്ഞ് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ അതാണ് ഒരു ശിഷ്യനോട് ചോദിക്കുന്നത്, അതുരീദു അൻ തകൂന വലിയല്ലില്ല, ഓ മനുഷ്യ, അള്ളാഹിൻ്റെ ഔലിയാക്കളിൽ ഒരു മെമ്പർ ആവണം എന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? നഅം, ഉണ്ട്, ആഗ്രഹമുണ്ട്, അള്ളാഹിൻ്റെ ഔലിയാക്കളിൽ പെടണമല്ലോ. അല്ല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനുൻ, പേടി ദുഃഖ എന്തും ഇല്ലാത്ത ഒരു വിഭാഗത്തിൽ പെടുക എന്നത് എല്ലാവരും താല്പര്യമല്ലേ? എങ്കിൽ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ പറഞ്ഞു, ഔലിയാക്കളിൽ നിനക്ക് മെമ്പർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു 3 നിബന്ധന എനിക്ക് പറയാനുണ്ട്. ലാ തർഗബ് ഫീ ഷൈഇൻ മിന ദുനിയ വൽ ആഖിറ, എന്തേത് കർമ്മം ചെയ്യുമ്പോഴും ദുനിയാവ് കൊതിക്കേ വേണ്ട, ദുനിയാവല്ല ആഖിറമേ കൊതിക്കണ്ട. സ്വർഗം പോലും കൊതിച്ചിട്ടാകേണ്ട നിന്റെ ഇബാദത്ത്, അല്ലെങ്കിൽ സ്വർഗീയ സ്ഥാനമാനങ്ങൾ കൊതിച്ചിട്ടാകേണ്ട നിന്റെ ഇബാദത്ത് റബ്ബിൻ്റെ പൊരുത്തം മാത്രം. അള്ളാഹു കൽപ്പിച്ചു, ഞാൻ ചെയ്യുന്നു, റബ്ബിൻ്റെ പൊരുത്തം മാത്രം. ലാ തർഗബ് ഫീ ഷൈഇൻ മിന ദുനിയ വൽ ആഖിറ, ദുനിയാവും ആഖിറം അതിൻ്റെ ഒന്നും കൊതിക്കാതെ, ഒരു സ്ഥാനം നിനക്ക് വേണ്ട, ഒരു പ്രസംഗ പീഠം വേണ്ട, ഒരു നോട്ടീസിൽ പേര് വേണ്ട, ഒരു പൈസ വേണ്ട, ഇങ്ങനെ ആരും പരിഗണിക്കുന്നത് വേണ്ട, ആരും കെയറാക്കുന്നത് വേണ്ട. ഈ രൂപത്തിൽ ഇത് ആത്മാർത്ഥമായിട്ട് മാത്രം മനസ്സിൽ നിന്ന് വരണം. ലാ തർഗബ് ഫീ ഷൈഇൻ മിന ദുനിയ വല്ലാഖിറ വഫർഗ് നഫ്സക ഇലല്ലാഹ്, നിന്റെ ശരീരത്തെ നീ അല്ലാഹുവിലേക്ക് നീക്കി വെക്ക്. വഖ്ബൽ ബിവജ്ഹിക വകുല്ലിയതിക ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിന്റെ സർവസ്വവും സമർപ്പിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ പൊരുത്തം മാത്രം കരുതിയിട്ട് നീ ജീവിക്ക്. എങ്കിൽ നിനക്ക് വിലായത്തിൻ്റെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഏറിപ്പോകാൻ കഴിയുമെന്ന് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അവിടുത്തെ ശിഷ്യരോട് പറയുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മഹാന്മാരായ സാദാത്യങ്ങൾ, ഖുറത്തു സാദാത്ത് ഖുറത്തങ്ങൾ മാത്രമല്ല, ഈ അടുത്ത് ഞങ്ങൾ പല മഹാന്മാരുടെ വഫാത്ത് കേട്ട്, മഹാനായ അഷ്ഖുർ റസൂൽ തായക്കോട് ഉസ്താദ്, ആ ഉസ്താദിൻ്റെ വഫാത്തിൻ്റെ സ്റ്റോറി ഞങ്ങൾ കേട്ട്, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമർ അൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങളുടെ വാർത്ത ഞങ്ങൾ കേട്ടു, ബഹുമാനപ്പെട്ട ത്വാഹിറുൽ അഹ്ദൽ തങ്ങൾ ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ കടന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ട് കലിമ ചൊല്ലിയിട്ടാണ് മഹാനായ ത്വാഹിറുൽ അഹ്ദൽ തങ്ങൾ വഫാത്തായത്. ബഹുമാനപ്പെട്ട താജുൽ ഫുഖഹ ബേക്കൽ ഉസ്താദിൻ്റെ വഫാത്ത് ഞങ്ങൾ കണ്ടു, അല്ലെങ്കിൽ കേട്ടു. അതേ മേൽഭാഗം നോക്കിയിട്ട്
അസ്സലാമു അലൈക്കും ആവർത്തിച്ച് പറഞ്ഞിട്ട് കലിമ ചൊല്ലിയിട്ട് മഹാനായ വെക്കൽ ഉസ്താദ് വഫാത്തായി. ഞാൻ പറഞ്ഞു വന്നത് ശൈഖുന താജുൽ ഉലമയാകട്ടെ, പൊസോട്ട് തങ്ങളാകട്ടെ, ത്വാഹിർ തങ്ങളാകട്ടെ, ബാബ ഉസ്താദാകട്ടെ, തായക്കോട് ഉസ്താദാകട്ടെ, MA ഉസ്താദാകട്ടെ, നമ്മുടെ ആലിമീങ്ങളായ ആലിമീങ്ങൾ മുഴുവനും സാദാത്യങ്ങളായ സാദാത്യങ്ങൾ മുഴുവനും അവരുടെ മരണവേള പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് പോലെ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. അല്ലാഹുവിന്റെ ഖുർആൻ സൂചിപ്പിക്കുന്ന രൂപത്തിൽ മലായികകളിൽ നിന്ന് സന്തോഷവാക്കുകൾ കേട്ട് സ്വർഗം കൊണ്ട് സുവാർത്ത ലഭിച്ച് നല്ല സന്തോഷത്തോടെ മരിക്കുന്ന രംഗങ്ങളാണ് നമ്മുടെ ആലിമീങ്ങളിൽ നിന്ന് സാദാത്യങ്ങളിൽ നിന്ന് കണ്ടത്. അല്ലാഹു ആ മഹാന്മാരുടെ പാത പിന്തുടർന്ന് ജീവിക്കാൻ, അവരുടെ കാമിലായ പൊരുത്തം നേടാൻ അല്ലാഹു നമുക്കെല്ലാം ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ കൂറത്ത് തങ്ങളുടെ, ശൈഖുന താജുൽ ഉലമ ഉസ്താദ് അവരുടെ, മറ്റു ഉസ്താദുമാരുടെ അവരുടെ എല്ലാം മദദ് അല്ലാഹു നമുക്കെല്ലാവർക്കും എപ്പോഴും ഉണ്ടാക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടിട്ട് ഈ വേദിയിൽ പ്രസംഗിക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്നെങ്കിലും സൂചിപ്പിക്കപ്പെട്ട കാരണം കൊണ്ടിട്ടും തങ്ങളുടെ ഒരു പൊരുത്തം ഉദ്ദേശിച്ചിട്ടും കുറച്ച് സംസാരിച്ചതാണ്. അതപകടം സംഭവിച്ചിട്ടെങ്കിൽ മാഫ് ചെയ്യണമെന്ന് അറിയിച്ചിട്ട് വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.